ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ മലയാളത്തിൽ ചോദിക്കാറ്, അതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നേരെ വിപരീതമാണ്. നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ മറ്റൊരാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പല രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാത്രമല്ല, നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗിവിങ് അവർ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായം മറ്റൊരാളോട് പറയുകയാണെങ്കിൽ നമ്മുടെ അഭിപ്രായം നൽകുന്ന വ്യത്യസ്തമായ രീതി. അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണല്ലേ, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യം പറയും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുക? യെസ്, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ഹെൽത്ത്, ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, അല്ലെങ്കിൽ അവർ ഹെൽത്ത്, നമ്മുടെ ഒരു ആരോഗ്യത്തിന് ഈ സംഭവം അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ എന്നുള്ളതാണ് നമ്മൾ നോർമലായിട്ട് സാധാരണ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഈ സെയിം സംഭവം തന്നെയാണ് പറയുന്നത്, അതിൻ്റെ ശൈലി ഒന്ന് മാറി എന്നുള്ളതാണ്. ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ. ഇപ്പോൾ ഇങ്ങനെ പറയാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു പ്ലേസ് നമ്മുടെ പ്രൊജക്റ്റിന് വളരെ സ്യൂട്ടബിൾ ആണ്. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ, ദിസ് പ്ലേസ് ഈസ് വെരി സ്യൂട്ടബിൾ ടു അവർ പ്രൊജക്റ്റ്. ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ദിസ് പ്ലേസ് ഈസ്, ഈ സ്ഥലം ഈസ് സ്യൂട്ടബിൾ ടു അവർ പ്രൊജക്റ്റ്, നമ്മുടെ പ്രൊജക്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ശരിയാണ്, ഇത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് പറയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത്. ഇനി ഇതിൽ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഐ വുഡ് സേ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ ഇങ്ങനെ പറയാണ്, ഞാൻ പറയുന്നത് ഇത് നല്ലൊരു സജഷനാണെന്നാണ്, ഇത് നല്ലൊരു സജഷനാണ്, അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് പറയാം? ഐ വുഡ് സേ ഇറ്റ്സ് എ ഗുഡ് സജഷൻ. ഞാൻ പറയുന്നത് ഇത് നല്ലൊരു സജഷനാണെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഐ വുഡ് സേ, ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് സജഷൻ, ഇത് നല്ലൊരു നിർദ്ദേശമാണ്, നല്ലൊരു സജഷനാണെന്നാണ്. അപ്പോൾ ഐ വുഡ് സേ എന്ന് പറഞ്ഞിട്ടും ഇത്തരം കാര്യം പറയാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വ്യത്യസ്തമായ ശൈലികൾ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ പറയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അതത്ര നല്ലതല്ല. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് തന്നെ ഞാൻ പറയൂ. ഇങ്ങനെയൊക്കെ പറയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഇഫ് യു ആസ്ക് മീ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ്, ഞാൻ അതാണ് നിർദ്ദേശിക്കുക, എനിക്കതാണ് ഇഷ്ടം. ഇഫ് യു ആസ്ക് മീ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ഹാവ് നോ ഒപ്പീനിയൻ, എനിക്കതിനെക്കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇഫ് യു ആസ്ക് മീ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഇഫ് യു ആസ്ക് മീ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് പറയാമെന്നുള്ളതാണ്. ഇനി മറ്റൊരു ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് ഓക്കെ, അത് ഓക്കെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ബിലീവ് ദാറ്റ് ഹി വിൽ കം ടുമോറോ, അയാൾ നാളെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നിങ്ങൾ പലതും പറഞ്ഞോളൂ, അയാൾ വരില്ല എന്നോ അയാൾ ഇനി ഒരിക്കലും വരത്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഐ ബിലീവ് ഹി വുഡ് കം ടുമോറോ, അയാൾ നാളെ വരുമെന്നാണ്, അല്ലെങ്കിൽ ഹി വിൽ കം ടുമോറോ, അയാൾ നാളെ എന്തായാലും വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ബിലീവ് ദാറ്റ്, അത് നമ്മുടെ അഭിപ്രായം തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. ഐ ബിലീവ് ദാറ്റ്, ആ രീതിയിലും പറയാറുണ്ട്. അഭിപ്രായം എന്നുള്ള അർത്ഥമല്ല, പക്ഷെ ആ ഒരു ഉദ്ദേശം തന്നെയാണ് അവിടെയും കിട്ടുന്നത് എന്നുള്ളതാണ്. ഐ ബിലീവ് ദാറ്റ്. ഇനി അടുത്തൊരു ശൈലി എന്ന് പറയുന്നത് രസകരമായൊരു ശൈലിയാണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നത്. വാട്ട് ഐ മീൻ ഈസ്, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഐ മീൻ ഈസ് ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് ടു അസ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് അപകടമായിരിക്കും. വാട്ട് ഐ മീൻ ഈസ്, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് ടു അസ്, ഇത് നമുക്ക് വളരെയധികം അപകടമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ
ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നതാണ്. വ്യത്യസ്തമായ ശൈലികളാണ്, നമ്മളിപ്പോൾ ഒരു 5-6 ശൈലികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ എന്ന് മാത്രമല്ല, നമ്മൾ വ്യത്യസ്തമായ ഈ ശൈലികളിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനി സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.